ടോപ്പ് ട്യൂഷൻ്റെ സോഷ്യൽ സയൻസ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Question: What were the factors that influenced the inclusion of fundamental rights in the Constitution? ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണമായ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് ഇന്ത്യൻസിന് ബേസിക് റൈറ്റ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എല്ലാ ഇന്ത്യൻസിനും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ അവർക്കൊരു ബേസിക് റൈറ്റ്സ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മറ്റ് ചില ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഇൻഡിപെൻഡൻറ്റ് കിട്ടിയത് ഒരുപാട് ഫ്രീഡം സ്ട്രഗിൾസും റിനൈസൻസ് മൂവ്മെൻറ്റിലൂടെയൊക്കെയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് പല വാല്യൂസും മനസ്സിലാവുന്നുണ്ട്. ഡെമോക്രസി, സോഷ്യൽ ജസ്റ്റിസ്, അതുപോലെ തന്നെ നോൺ വയലൻസ് തുടങ്ങിയ പല ഐഡിയാസ്, അതുപോലെ തന്നെ പല വാല്യൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടി. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിസിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമ്മൾ പല ഡെമോക്രാറ്റിക് കൺട്രീസിൻ്റെ മോഡലിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. സെവറൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The most important factor was the denial of the rights that Indians experienced during British colonial rule. Other influences were the values from India's freedom struggle and the ideas from the Indian Renaissance movement. The rights mentioned in the constitution of other democratic countries also served as a model. Question: Why is it said that the right to constitutional remedies is the most important of the fundamental rights? അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ ഈ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്റാണ്. ഇത് മറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നുകൂടിയാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു അവകാശത്തിൻ്റെ പേരിൽ നമുക്ക് ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ ജസ്റ്റിസിന് വേണ്ടി അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് ഈ ഒരു റൈറ്റ്, അതായത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെ ഹാർട്ട് ആൻഡ് സോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് മറ്റ് അവകാശങ്ങൾക്ക് കൂടുതൽ മീനിങ് ഫുള്ളും അതുപോലെ തന്നെ എൻഫോഴ്സും കൊടുക്കുന്ന ഒന്നാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. The right to constitutional remedies is called the most important right because it protects all other fundamental rights. If any of a citizen's fundamental rights are violated, this right allows them to directly approach the High Court or the Supreme Court for justice. Dr. BR Ambedkar described this right as the heart and soul of the Indian Constitution because it makes all other rights meaningful and enforceable. Question: Identify and write the differences between fundamental rights and directive principle. അപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ലീഗലി തരുന്ന കുറച്ച് അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും വയലേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോർട്ടിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഒരു പ്രൈമറി റോൾ എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റീൻ്റെ വെൽബീയിങ് വെൽഫെയറുമാണ്. അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പവറിനെ ലിമിറ്റ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ
ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് നല്ലത് ചെയ്യാനും സൊസൈറ്റിയിലെ വെൽബീയിങ്ങിനും വെൽഫെയറിനും വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് രണ്ടും തമ്മിലുള്ള ഒരു കീ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിനെങ്ങനെയാണ് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത് നോക്കാം. ദർ ആർ സെവറൽ കീ ഡിഫറൻസസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. Fundamental rights are enforceable by courts, meaning you can go to court if they are violated, while directive principles are not. Fundamental rights primarily protect the rights of the individuals, whereas directive principles aim for the welfare of the entire society. Also, fundamental rights limit the power of the government, while directive principles guide the government to perform certain actions for social good. Question: why does the Constitution stipulate that Indian citizens have to perform certain duties? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റിസൺ ചില ഡ്യൂട്ടീസ് എല്ലാം ചെയ്തിരിക്കണം എന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡ്യൂട്ടീസ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, സ്റ്റിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും യൂണിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇത് രണ്ടും ഒരേ കോയിൻ്റെ രണ്ട് സൈഡുകളാണ്. അതായത് നമുക്ക് അവകാശങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ രാജ്യത്തിനോട് റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഈ ഒരു ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുക, പബ്ലിക് പ്രോപ്പർട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡിസിപ്ലിനും രാജ്യത്തിലെ സിറ്റിസൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ആ ഒരു ഡ്യൂട്ടീസിൽ വരുന്നത്. സോ നമുക്ക് ഈ ഒരു ആൻസർ എങ്ങനെയാണ് വിശദീകരിച്ച് എഴുതിയിരിക്കുന്നത് നോക്കാം. Constitution includes fundamental duties for citizens to protect the unity and integrity of the nation. Rights and duties are considered two sides of the same coin. While we enjoy our rights, we must also fulfill our responsibility towards the country. These duties, such as respecting the Constitution and protecting the public property, are meant to encourage a sense of discipline and commitment among citizens. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അപ്പം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ സിറ്റിസൺസിനും നൽകുന്ന ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് റൈറ്റ്സ് ആണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ അത് വയലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോർട്ടിൽ ജസ്റ്റിസിന് വേണ്ടി അപ്രോച്ച് ചെയ്യാനും സാധിക്കും. അപ്പം ഇതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. Fundamental rights are a set of basic human rights guaranteed by Constitution of India to all its citizens. These rights are considered essential for the overall development of individual and for living a life of dignity. They are protected by the Constitution, which means that if they are violated, a person can seek justice from the courts. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി റൈറ്റ് ടു ഇക്വാലിറ്റി? അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാവരും നിയമത്തിന് മുൻപിൽ ഒരേപോലെയാണ്, ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരാളിനെയും നമ്മൾ കാസ്റ്റ്, ക്രീഡ്, അതുപോലെ തന്നെ റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്തിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഈ ഒരു റൈറ്റ് എന്തുകൂടെ ഗ്യാരണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ പബ്ലിക് പ്ലേസസിൽ പോകാനും അവിടത്തുള്ള കാര്യങ്ങൾ ആക്സസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവകാശമുണ്ട്. അതുപോലെ തന്നെ ഒരു എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പോകുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. അതൊക്കെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പം എങ്ങനെ ഇതിനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി എൻഷുവേഴ്സ് ദാറ്റ് എവറി സിറ്റിസൺ ഈസ് ട്രീറ്റഡ് ഈക്വലി ബിഫോർ ദി ലോ. ഇറ്റ് പ്രോഹിബിറ്റ്സ് എനി ഡിസ്ക്രിമിനേഷൻ ബൈ ദി സ്റ്റേറ്റ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, race, caste, sex, or place of birth. This right also guarantees equal access to public places like shops and hotels and ensures the equality
of opportunity in matters of public employment. Question: what are the 6 freedoms guaranteed under the right to freedom? അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നമുക്ക് 6 ഫ്രീഡംസ് പറയുന്നുണ്ട്. അപ്പോൾ ആ 6 ഫ്രീഡംസ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 19 വരുന്നതാണ് ഈ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു 6 ഫ്രീഡംസ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്. അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ വരുന്നത് പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് എന്ന് പറയുന്നതാണ്. അതായത് ആയുധങ്ങളൊന്നും ഇല്ലാതെ നമുക്കൊരു സ്ഥലത്ത് അസംബിൾ ചെയ്ത് നിൽക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു യൂണിയൻ, ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ് ഓർ യൂണിയൻസ്, അത് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ കേരളം വിട്ടു നമ്മൾ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെറ്റിൽ ആവാനുള്ള ഒരു ഫ്രീഡം കൂടി ഉണ്ട്. പിന്നെ ഏത് പ്രൊഫഷനോ ഒക്യുപ്പേഷനോ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശവും ഉണ്ട്. അപ്പം ഇതാണ് റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന 6 അവകാശങ്ങൾ. അപ്പോൾ അത് എങ്ങനെയാണ് വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. The right to freedom under Article 19 guarantees 6 key freedoms to all citizens. These are the freedom of speech and expression, freedom to assemble peacefully without arms, and the freedom to form associations or unions. It also includes the freedom to move freely throughout India, the freedom to reside and settle in any part of the country, and freedom to practice any profession or occupation. Question: what does the right against exploitation prohibit? അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് എന്തിനാണ് പ്രോഹിബിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റിസൻസിനെ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റൈറ്റാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൈറ്റ് എന്തിനെയൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഫോഴ്സ്ഡ് ലേബർ, അതായത് നമുക്ക് താല്പര്യമില്ലാതെ നമ്മളെ പണിയെടുപ്പിക്കുക, ഫോഴ്സ്ഡ് ലേബറിനെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, പിന്നെ വരുന്നത് ആളുകൾക്ക് കാശ് കൊടുക്കാതെ പണിയെടുപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുന്ന ഒന്നാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന്. അപ്പോൾ അതുപോലെ തന്നെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറിയിലോ മറ്റ് ജോലി സ്ഥലങ്ങളിലോ ജോലി എടുപ്പിക്കുന്നതും ഇല്ലീഗലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് പ്രോഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കാം. ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് എയിംഡ് അറ്റ് പ്രൊട്ടക്ടിങ് സിറ്റിസൻസ് ഫ്രം ബീയിങ് ട്രീറ്റഡ് അൺഫെയർലി. ഇറ്റ് പ്രോഹിബിറ്റ്സ് ഓൾ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ വർക്ക് വിത്തൗട്ട് പേയ്മെൻറ്റ്. It also makes it illegal to employ children below the age of 14 years in factories, mines or other hazardous jobs. Question: what is the significance of the right to freedom of religion in India? അപ്പോൾ ഇന്ത്യയിൽ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്ന റൈറ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു ഡൈവേഴ്സ് കൺട്രിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇത് സെക്യുലറിസത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് പ്രകാരം നമുക്ക് തരുന്ന ഫ്രീഡം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസൻസിനും അവർക്ക് ഇഷ്ടമുള്ള ഒരു റിലീജിയനെ ഫോളോ ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനുമുള്ളൊരു അവകാശം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം എല്ലാ റിലീജിയനും, ആ സംസ്ഥാനത്തുള്ള എല്ലാ റിലീജിയനെയും ഈക്വലായിട്ട് കാണണം. ഒരു റിലീജിയനെയും അവരുടെ സ്റ്റേറ്റ് റിലീജിയനായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് എല്ലാ പല ഫെയ്ത്തിനെയും വിശ്വസിച്ച് ജീവിക്കാനുള്ളൊരു അനുവാദവും കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ എ ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ ആസ് ഇറ്റ് സ്ട്രെങ്തൻസ് സെക്യുലറിസം.
It gives all citizens the freedom to profess, practice, and propagate the religion of their choice. This right ensures that the state treats all religions equally and does not have an official state religion, allowing people of different faiths to live together peacefully. Question: What are cultural and educational rights for minorities? അപ്പോൾ മൈനോറിറ്റീസിന് വേണ്ടിയിട്ടുള്ള കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്തൊക്കെയാണ് അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഈ റിലീജിയസ് ആയിട്ടും ലിംഗ്വിസ്റ്റിക് പരമായിട്ടും കൾച്ചറലി മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു റൈറ്റ് ആണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റൈറ്റ് അവർക്ക് കുറച്ച് പ്രിവിലേജസ് തരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവരുടെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റും കൾച്ചറൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടി സെറ്റപ്പ് ചെയ്യാം എന്നുള്ളൊരു അവകാശം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിനെങ്ങനെ വിശദീകരിച്ച് എഴുതാമെന്ന് നോക്കാം. Cultural and educational rights are provided to protect the interests of religious, linguistic, and cultural minorities. These rights allow minorities to preserve their distinct language, script, and culture. They also have the right to establish and administer educational institutions of their choice to protect and promote their cultural heritage. Question: What are directive principles of state policy? അപ്പോൾ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്? അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഈക്വിറ്റബിൾ അതുപോലെ തന്നെ ജസ്റ്റ് വെൽഫെയർ വെൽബീയിങ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സൊസൈറ്റീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരിക്കലും കോർട്ട് എൻഫോഴ്സ് ചെയ്യുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് അല്ല. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ കോർട്ട് എൻഫോഴ്സ് ചെയ്യുന്നതാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോർട്ട് എൻഫോഴ്സ് ചെയ്യുന്ന ഒന്നല്ല. പക്ഷേ ഒരു കൺട്രീനെ ഗവേൺ ചെയ്യാൻ നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിൻ്റെയും ഡ്യൂട്ടിയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു ലോസ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ആർ ദ ഗൈഡ് ലൈൻസ് ലിസ്റ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഓഫ് ഇന്ത്യ. These principles aim to create a just and equitable society and establish a welfare state. Although they are not enforceable by any court, they are fundamental. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question: What is the difference between socialist and Gandhian directive principles? അപ്പോൾ എന്താണ് ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും സോഷ്യലിസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, അപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് സോഷ്യലിസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കൂടുതലും സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അതായത് ഈക്വലായിട്ട് വർക്ക് ചെയ്താൽ അവർക്ക് ഈക്വൽ പേ കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാവർക്കും വർക്ക് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് സോഷ്യലിസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലും മഹാത്മാഗാന്ധിൻ്റെ കുറച്ച് ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ്. അതായത് വില്ലേജ് പഞ്ചായത്തുകൾ ഓർഗനൈസ് ചെയ്യുക, പിന്നെ കോട്ടേജ് ഇൻഡസ്ട്രി ചെറിയ ചെറിയ വ്യവസായങ്ങൾ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മിറണ്ട, പെപ്സി അങ്ങനെയുള്ള ചില ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. പക്ഷേ രണ്ടും ഗാന്ധിയൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആയിക്കോട്ടെ രണ്ടും സോഷ്യൽ വെൽഫെയറിനെ എയിം ചെയ്തുകൊണ്ടിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ പല മെത്തേഡും പല പ്രയോറിറ്റീസും ആണ് രണ്ട് പ്രിൻസിപ്പിൾസിലും ഉണ്ടായിരുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതാണ് സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. സോഷ്യലിസ്റ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എയിം ടു അച്ചീവ് സോഷ്യൽ,
economic justice, like ensuring equal pay for equal work and providing work for everyone. Gandhian directive principles are based on the ideals of Mahatma Gandhi, such as organizing village panchayat, promoting cottage industries, and prohibiting intoxicating drinks. While both aim for social welfare, they focus on different methods and priorities. Question: What are fundamental duties? എന്താണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്? അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് വെച്ചാൽ കുറച്ച് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ മോറൽ ഒബ്ലിഗേഷൻസ് ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എല്ലാ ഇന്ത്യൻസും പാലിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഡ്യൂട്ടീസ്. ഇപ്പം ഇത് 1976 കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. അതായത് ഇന്ത്യൻ സിറ്റിസൻസിന് അവർക്ക് അവകാശങ്ങളുണ്ട്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുക, അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അവനവൻ്റെ രാജ്യത്തെ എൻവയറമെൻറ്റിനെയും സൊസൈറ്റൽ വാല്യൂസിനെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാൻ നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ എ സെറ്റ് ഓഫ് മോറൽ and civic obligations that all citizens of India are expected to follow. They were added to the Constitution in 1976 to remind citizens that while they enjoy rights, they also have duties towards the nation and society. These duties include respecting the Constitution, defending the country, and protecting the environment. Question: What does it mean to uphold and protect the sovereignty, unity and integrity of India? അപ്പോൾ ഇന്ത്യയുടെ യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയും സോവറിനിറ്റിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതിനെ അപ്ഹോൾഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഇതൊരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്, എല്ലാ ഇന്ത്യൻ സിറ്റിസൻ്റെയും ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് നമ്മുടെ രാജ്യത്തെ സോവറിനിറ്റിയും യൂണിറ്റിയും ഇൻറ്റഗ്രിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത്. അപ്പോൾ എല്ലാ ഇന്ത്യൻ സിറ്റിസൻസും അവരവരുടെ കൺട്രി സ്ട്രോങ് ആക്കാനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനും അതുപോലെ തന്നെ യുണൈറ്റഡ് ആയിട്ട് ഇരിക്കാനും വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കൺട്രീനെ ഏതെങ്കിലും ഒരു ശക്തി ഡിവൈഡ് ചെയ്യാൻ നോക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡത്തിനെയും യൂണിറ്റിയെയും നമ്മുടെ ഫ്രീഡത്തിനും യൂണിറ്റിക്കും ഒരു ത്രെട്ടായിട്ട് ഏതെങ്കിലും ഒരു ഫോഴ്സ് മാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ അതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. സോ ഇത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് എവറി ഇന്ത്യൻ സിറ്റിസൺ. It means that every citizen must work to keep India a strong, united and independent nation. It is our responsibility to oppose any forces that try to divide our country or threaten its freedom and unity. Question: What is the Right to Education Act 2009? അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് 2009 പാസ്സായ ഒരു ആക്റ്റാണ്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണിത്. ഈ ഒരു നിയമപ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 6-നും 14-നും ഇടയ്ക്കുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും എഡ്യൂക്കേഷൻ കിട്ടിയിരിക്കണം, അതും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനും കിട്ടിയിരിക്കണം എന്നാണ് ഈ ഒരു ലോ പ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഇവർക്കൊരു ക്വാളിറ്റി എലമെൻ്ററി എഡ്യൂക്കേഷൻ നൽകുക എന്നത്. അപ്പം ഇതാണ് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്ഡ് ഇൻ 2009 made education a fundamental right for children. This law ensures free and compulsory education for all children between the ages 6 and 14 years. It makes it the government's responsibility to provide quality elementary education to every child. Question: What is meant by the term minorities in the Indian context? അപ്പോൾ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ആരാണ്? എന്താണ് ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം? അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മൈനോറിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അതായത് പോപ്പുലേഷനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവ് നമ്പറിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ മൈനോറിറ്റി എന്ന് പറയുന്നത്.
ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒന്നില്ലെങ്കിൽ റിലീജിയസ് ബേസ്ഡ് ഉള്ള ആയിരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജ് ബേസ്ഡ്, അല്ലെങ്കിൽ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ളൊരു മൈനോറിറ്റി ഗ്രൂപ്പ് ആയിരിക്കും. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവർക്ക് ചില പ്രത്യേക റൈറ്റ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരിൻ്റെ ഐഡന്റിറ്റീനെ പ്രൊട്ടക്ട് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കുറച്ച് റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. In the Indian context, minorities are the groups of people who are fewer in number compared to the rest of the population in a specific region or across the country. These groups may be based on religion, language, or culture. The Constitution provides special rights to them to protect and preserve their unique identity. Subscribe to this channel for more videos like this. Question: what does the abolition of titles under the right to equality mean? അതായത് റൈറ്റ് ടു ഇക്വാലിറ്റിയിൽ വരുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആൾക്ക് ഒരു പ്രത്യേക അംഗീകാരം കൊടുക്കുന്നതാണ് ഈ ടൈറ്റിൽസ്. അപ്പോൾ അതിനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടാകും രാജാതിരാജ, മഹാരാജ എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരിക്കലും ഒരു പ്രത്യേകം ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. അതായത് റായ് ബഹദൂർ, ഖാൻ ബഹദൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കാൻ പാടില്ല. അത് സിറ്റിസൻസിൻ്റെ ഇടയിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു വേർതിരിവ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് ആ ടൈറ്റിൽസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ലോ കൊണ്ടുവന്നു. അപ്പം ഇത് എന്തിനാന്ന് വെച്ചാൽ സോഷ്യൽ ഇനീക്വാളിറ്റി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്ന് പറഞ്ഞ ഒരു ലോ കൊണ്ടുവന്നത്. അപ്പം അക്കാഡമിക് ആയിട്ടോ മിലിറ്ററി ടൈറ്റിൽസ് നമുക്ക് കൊടുക്കാം, പക്ഷെ അത് എന്തിൻ്റെ ബേസിസിലായിരിക്കണം? മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം ആ ഒരു ടൈറ്റിൽസ് കൊടുക്കേണ്ടത്. അല്ലാതെ വെറുതെ നമ്മൾ അങ്ങനെ ഒരു ടൈറ്റിൽ ആർക്കും കൊടുക്കാനായിട്ട് പാടില്ല എന്നാണ് ഈ ഒരു റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അണ്ടറിൽ വരുന്ന അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് മീൻ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാമെന്ന് നോക്കാം. The abolition of titles means that the state cannot grant any titles like Rai Bahadur, Khan Bahadur, etc. that creates artificial distinctions among citizens. This was done to ensure social equality. However, academic and military titles like Doctor General, etc. are allowed as they are based on merit. Question: what is the Uniform Civil Code mentioned in the Directive Principles? അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് എന്താണ്? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആണ്. ആക്ച്വലി ഇതെന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് എല്ലാ സിറ്റിസൻസിനും ഒരേ ഒരു കോമൺ സെറ്റ് ഓഫ് പേഴ്സണൽ ലോസ് ആണ് വെക്കേണ്ടത്. ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് കാസ്റ്റോ ആയിക്കോട്ടെ, എല്ലാ സിറ്റിസൻസിനും ഒരു വൺ കോമൺ സെറ്റ് ഓഫ് പേഴ്സണൽ ലോസ് ആണ് വെക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ പല പേഴ്സണൽ മാറ്റേഴ്സ്, അതായത് മാരേജ്, ഡിവോഴ്സ്, ഇൻഹെറിറ്റൻസ് ഒക്കെ ഗവേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലീജിയസ് ലോസ്, പല ഡിഫറെൻറ്റ് റിലീജിയസ് ലോസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാരേജും ഡിവോഴ്സും ഇൻഹെറിറ്റൻസ് പോലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് എന്തിനാണ് എയിം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നേഷൻ്റെ ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ജെൻഡർ ജസ്റ്റിസും ആണ് എയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. യൂണിഫോം സിവിൽ കോഡ് ഈസ് എ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ദാറ്റ് സജസ്റ്റ് ദ ഗവൺമെന്റ് ഷുഡ് വർക്ക് ടുവേർഡ്സ് ഹാവിംഗ് വൺ കോമൺ സെറ്റ് ഓഫ് പേഴ്സണൽ ലോസ് ഫോർ ഓൾ സിറ്റിസൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ റിലീജിയൻ. Currently, personal matters like marriage, divorce, and inheritance are governed by different religious laws. The aim is to promote national integration and gender justice. Question: how do fundamental rights limit the power of the government? അപ്പം എങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഗവൺമെന്റിന്റെ പവറിനെ ലിമിറ്റ് ചെയ്യുന്നത്? അപ്പം എങ്ങനെ ലിമിറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ ഗവൺമെൻറ് ഏതെങ്കിലും രീതിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോസോ ആക്ഷൻസോ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
ഒരു എക്സാമ്പിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഗവൺമെന്റ് ഒരു സിറ്റിസന്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ അവകാശത്തെ ഡിനൈ ചെയ്യുകയാണെന്ന് വിചാരിക്കാം, ഒരു വാലിഡ് റീസൺ ഇല്ലാണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് കോർട്ടിൽ പോവുക, ഇങ്ങനെ ഒരു ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ രേഖപ്പെടുത്താനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റിന്റെ പവർ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉപയോഗിച്ചിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം. Fundamental rights place certain limitations on the government's power. They prevent the government from making laws or taking actions that violate the basic rights of citizens. For example, the government cannot take away a citizen's freedom of speech without a valid reason. If it does, the citizens can challenge the government's action in court. Question: how is the right to education different from cultural and educational rights? അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സുമായിട്ട് ഡിഫറെൻ്റ് ആവുന്നത്, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21A അണ്ടറിൽ വരുന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പം ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കമ്പൽസറി ആയിട്ട് ആൻഡ് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് പറയുന്നത്. പക്ഷേ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 29-30 വരുന്നതാണ്. ഇത് സ്പെസിഫിക് ആയിട്ട് മൈനോറിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അവരുടെ കൾച്ചറും ലാംഗ്വേജും പ്രൊട്ടക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർമ്മിക്കാം, എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അണ്ടർ ആർട്ടിക്കിൾ 21A ഈസ് എ യൂണിവേഴ്സൽ റൈറ്റ് ദാറ്റ് ഗ്യാരണ്ടി ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years old. Cultural and educational rights under Articles 29 and 30 are specifically for minorities. These rights allow minorities to protect their culture and language by establishing their own educational institutions. അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: The Constitution of India was adopted by the Constituent Assembly on dash 1949. Answer: November 26. Question: Dr. Dash is known as the architect of the Indian Constitution. Answer: B.R. Ambedkar. Question: The introductory part of the Constitution is known as the dash. Answer: Preamble. Question: Fundamental rights are included in part dash of the Indian Constitution. Answer: Third. Question: The right to dash was described as the heart and soul of the Constitution. Answer: Constitutional remedies. Question: The court issue dash to protect the fundamental rights of citizens. Answer: writs. Question: Directive principles of state policy are included in part dash of the Constitution. Answer: 4. Question: The main aim of the directive principles is to establish a dash state. Answer: welfare. Question: Fundamental duties were added to the Constitution by the Dash Amendment Act. Answer: 42nd. Question: There are a total of dash fundamental duties listed in the Constitution. Answer: 11. Question: The Right to Education Act ensures free education for children between the ages of 6 and dash. Answer: 14. Question: The writ that protects a person from illegal detention is dash. Answer: habeas corpus. Question: The practice of dash is prohibited under the right to equality. Answer: untouchability. Question: Directive principles based on Mahatma Gandhi's ideas are called dash ideas. Answer: Gandhian ideas. Question: The fundamental duties were added based on the recommendations of the dash committee. Answer: Sardar Swaran Singh. Question: The writ that commands a public official to do their duty is dash. Answer: Mandamus.
Question. The chairman of the Constituent Assembly was Dr. Dash. Answer. Rajendra Prasad. Question. Cultural and educational rights are mainly for the protection of Dash. Answer. Minorities. Question. The idea of fundamental duties reminds us that rights and Dash are two sides of the same coin. Answer. Duties. Article 24 of the Constitution prohibits Dash. Answer. Child labor. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.